ശ്രീ എച്ച്സലാം, ഇപ്പോൾ ഈ ബംഗാളിലെ മമതയുടെ തോൽവിയിൽ SIR പരിഷ്കരണമാണ് കാരണമെന്നുള്ള അഭിപ്രായം CPM പോലും ഇല്ലല്ലോ. ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുകയാണ്. അതിൽ SIR ഒരു ഘടകം മാത്രമായിട്ടാണ് CPM ദേശീയ തലത്തിൽ അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. ഇനി ബംഗാൾ ഘടകവും അങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ നിങ്ങളുടെ തോൽവിക്ക് എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിനെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി തള്ളിയ വാർത്തയാണ് ഇന്നത്തെ വാർത്തയെ വന്നിരിക്കുന്നത്. പരാജയ കാരണങ്ങളിൽ നിങ്ങളുടെ വിലയിരുത്തൽ ശരിയല്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയും PBയും നിങ്ങളുടെ തോൽവിയിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് തള്ളി എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ തോൽവിക്കുള്ള കാരണം നിങ്ങളുടെ കേന്ദ്ര നേതൃത്വം വിശദമായി പരിശോധിച്ചിട്ടുണ്ട് ശ്രീ എച്ച്സലാം. വിഷയം അതല്ലല്ലോ. എന്തായാലും സ്മൃതി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സ്മൃതിയാകത്തില്ലായിരുന്നല്ലോ അല്ലേ? യോഗത്തിലിരുന്നിട്ടാണല്ലോ നമ്മൾ വാർത്ത കൊടുക്കാറ് അല്ലേ? നമ്മൾ കേന്ദ്ര കമ്മിറ്റി വാർത്തയും PB വാർത്തയും ഒക്കെ യോഗത്തിലിരുന്നിട്ടല്ലേ റിപ്പോർട്ട് ഞങ്ങള് ഇനി മനസ്സിലാക്കൂ. സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സാധാരണ ഒരു രേഖ തയ്യാറാക്കി താഴേക്ക് രേഖ റിപ്പോർട്ട് ചെയ്തിട്ട് ചർച്ച ചെയ്യാം. ഈ പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ വേണ്ട, താഴെ എല്ലാ ഘടകവും കൂടി ചർച്ച നടത്തി അവിടുത്തെ അഭിപ്രായം ക്രോഡീകരിച്ച് മേലേക്ക് വന്നതിന് ശേഷം രേഖ തയ്യാറാക്കാന്നാണ്. അതപ്പോ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി രേഖ പോലും അങ്ങനെ തയ്യാറാക്കിയിട്ടില്ല. അതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്ത. അത് പോട്ടെ, അതിപ്പോ അത് സംബന്ധിച്ച് ഈ നമ്മുടെ വിഷയമല്ലല്ലോ. ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഈ വിഷയത്തില് ഈ നിയമനത്തിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയട്ടെ. SIR ഒരു ഘടകമാണ്. ശരി, പറഞ്ഞോളൂ, സമയം കളയണ്ട. അയാളുടെ കാര്യം നോക്കാൻ പറയുന്നത് എന്റെ സമയത്തും SIRമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കാര്യം, ഞങ്ങൾ പറയുന്ന ഒരു കാര്യം. ശരി, സമയം കുറവുണ്ട്. അദ്ദേഹം പറയട്ടെ, എച്ച്സലാം പറയട്ടെ. എന്തിനാണ് ഈ അവസാന സമയം? വസന്ത് പ്ലീസ് പറയൂ. ഒറ്റ കാര്യമുള്ളൂ. കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിക്ക് രണ്ട് സംസ്ഥാനത്ത് രണ്ട് നിലപാടുണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ SIRമായി ബന്ധപ്പെട്ട് ബംഗാളിലെ പോലും ഉണ്ടായില്ല എന്നാണല്ലോ നമ്മൾ പറയും. ഇപ്പോ നമ്മുടെ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ബംഗാളിലെ സംഭവം കേരളത്തിൽ SIRന്റെ ഭാഗമായിട്ട് എത്രയോ വെട്ടിമാറ്റി. എന്തുകൊണ്ടാ അത് തിരിച്ചു വന്നത്? എന്തുകൊണ്ടാ? ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം കൃത്യമായി ചെയ്യാനുള്ള ശേഷിയുണ്ട്. അത് ബൂത്ത് ലെവൽ വരെ എല്ലാവർക്കും ചെയ്യാൻ ഒരു സംവിധാനമുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു വർക്കിന്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ നമ്പർ വോട്ട് തിരിച്ചെത്തിയത്. അതും നേരത്തെ ഞാൻ പറഞ്ഞ അവസാനം അത് പൂർണ്ണമാക്കാൻ കഴിയാത്ത ഒരു നിലപാട് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിന്റെ ഭാഗമായിട്ട് വന്നു. നിൽക്കട്ടെ, ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ സ്മൃതി തന്നെ പറഞ്ഞല്ലോ. ബിഗർ ദ സ്റ്റെപ്റ്റ് ബിഗർ ദ റിവാർഡ് BJP ഗിവ്സ് എന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോട്ടെ, ബിഗർ എന്ന് വേണ്ട സ്മോളസ്റ്റ് ആക്കിക്കോ. കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ നടന്നു എന്നൊരു ആരോപണം നിങ്ങൾക്ക് ആ രൂപത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ ശ്രീ എച്ച്സലാം. ഇപ്പോൾ പറയുന്നു എന്ന് പറയുന്നതിൽ ഒരു അഭംഗിയില്ലേ? ഇപ്പോൾ നിങ്ങൾ പറയുന്നു, അതായത് അദ്ദേഹത്തെ സെക്രട്ടറി ആക്കുമ്പോൾ മാത്രം ഒരു ആരോപണമാണ്. ഞങ്ങളുടെ സർവീസ് രംഗത്തുള്ള സംഘടന കേസ് കൊടുത്തപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥനെന്ന ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആയിരുന്നു അത്. ആ സ്പേസ് കോടതിയിൽ എന്താ പറഞ്ഞ? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താ? പാടില്ലെന്നല്ലേ? വേണമെങ്കിൽ അങ്ങനെ ഒരു അവസരം കൊടുക്കാം എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തില്ലല്ലോ. ആ വോട്ട് നിഷേധിക്കാനുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നതിൽ അവരുടെ അഡ്വക്കേറ്റ്സുകളെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ ഒരു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞ നിലപാട്. മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള അത്തരം പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളെ തുടർന്നൊരു ഗവൺമെന്റ് അധികാരമേൽക്കുമ്പോൾ അതിന്റെ സ്ഥാനത്തെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു കൂൾ ഓഫ് ടൈം കൊടുക്കണം എന്നാണ് AICCയുടെ നിലപാട്. ഒരു കൂൾ ഓഫ് ടൈം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എന്റെ ഒരു കൂൾ ഓഫ് ടൈം കൊടുക്കാൻ സതീശൻ തയ്യാറായിട്ടില്ല. ഈ നിയമനം മാത്രമല്ല, പിന്നെ സ്മൃതി, നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട രണ്ട് നിയമനം ഞാൻ പറയുന്നത്. ഒന്ന് AGയുടെ നിയമനം, ജാജി ബാബുവിന്റെ നിയമനം. ജാജി ബാബു ആരാണ്? എന്താണ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന്റെ? ഇപ്പൊ വക്കീലാണ്, കോടതിയിൽ പോകാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ കഴിഞ്ഞ ഗവർണർ, ആ ഗവർണറും കേരളത്തെ ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഫൈറ്റ് എത്രമാത്രം കഠിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതില് കോൺഗ്രസിന് വ്യത്യസ്ത അഭിപ്രായം കണ്ടേക്കാൻ, ഞങ്ങൾക്ക് വേറെ അഭിപ്രായമായിരിക്കും. പക്ഷേ ടോട്ടലി കേരളത്തിന്റെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കൈകടത്തൽ RSS അല്ലെ സംഘപരിവാർ കടന്നു വന്നപ്പോ അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള പൊളിറ്റിക്കൽ നിലപാട് തന്നെ ഞങ്ങൾ സ്വീകരിച്ചാണ്. ആ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട കേസിൽ ആ ഗവർണറുടെ ഉപദേഷ്ടാവായും അതിന് ഹാജരാകുമെന്ന ആളായിട്ടും നിന്ന ഒരാളാണ് ഈ പറഞ്ഞ ജാജി ബാബു എന്ന് പറയുന്നയാൾ. എന്തുകൊണ്ടാണ്
ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ഏറ്റവും തീവ്രമായി സംഘപരിവാറിന് വേണ്ടി റോഡെ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ഒരാൾ, അദ്ദേഹം വിശ്വസ്തയോടുകൂടി കൊണ്ടുവച്ച ഒരു ഉപദേഷ്ടാവിനെ ഗവൺമെന്റ് സമയത്ത് ആ സ്ഥാനത്തേക്ക് അഭിപ്രായ വ്യത്യാസത്തോടെ രാജിവെച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. അതെന്താണ് പറയാതെ പോകുന്നത്? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ബാക്കി പറഞ്ഞോട്ടെ. 2 മീഡിയ സെക്രട്ടറി റോയി മാത്യു, ഞാൻ പറയുന്ന അവർക്ക് ആരെ വേണേ വെക്കാം, സതീശനോ UDFോ അവർക്ക് ഇഷ്ടമുള്ളവരെ വെക്കാം, അതൊന്നും നമുക്ക് തർക്കമുള്ള കാര്യമല്ല. ഇപ്പോ റോയി മാത്യുവിന് വെച്ചു. നിങ്ങൾ ഇപ്പോ പബ്ലിക് ഡൊമൈനില് ധാരാളം അദ്ദേഹത്തിന് നിലപാട് വരുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകന്റെ കുടുംബത്തെ ആക്ഷേപിച്ചൊരു കേസ് നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല, ഇത് ഗൗരവമായ കാര്യം, രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നാഷണൽ ഹെറാൾഡിന്റെ കഴുക്കോലും ഉത്തരവും ഉൾപ്പെടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റിയ കേസിൽ ജാമ്യത്തിൽ നിൽക്കുകയല്ലേ എന്ന് ഫേസ്ബുക്കിൽ ഓപ്പണായി എഴുതിയ ഒരാളാണ് ഈ പറയപ്പെട്ട റോയി മാത്യു. ശരി, ആ കേസിലൊക്കെ ഞങ്ങൾ നിലപാടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ സമുന്നതരായ 2 നേതാക്കൾ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഉൾപ്പെടെ ആ കേസുമായി ബന്ധപ്പെട്ട് പരസ്യമായി അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയ ഒരാൾ, അദ്ദേഹം എങ്ങനെയാണ് സതീശ്? അദ്ദേഹം മാത്രമല്ല, KC വേണുഗോപാൽ ആക്ഷേപിച്ച ഒരാളാണ്. ഇന്നിപ്പോ ശ്രീ KC വേണുഗോപാലിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്, അത് പ്രസക്തമായ മറുപടിയാണ്. എന്താ പറഞ്ഞത്? അത് ഭരിക്കുന്നവർ പറയട്ടെ എന്നാണ്. അത് ഭരിക്കുന്നവർ പറയട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ പറയപ്പെട്ട ഓൾ ഇന്ത്യ പാർട്ടി ഇടപെടില്ല എന്ന് കൂടിയാണ് പറഞ്ഞത്. നമ്മുടെ സമയം ശ്രീ എസ്സലാം അങ്ങേക്ക് ഞാൻ ഒരുപാട് സമയം നൽകിയിട്ടുണ്ട്. സോണിയാഗാന്ധിയെയും ആക്ഷേപിച്ച ആളെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. ശരി വസന്ത്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.